ഇവാനക്കുട്ടി, ഇവാന ബേബി, അമ്മ ചുണ്ടന് വാവേ, അമ്മന്റെ കണ്ണാ ഇറ്റുമണി. ഹാപ്പി ബർത്ത്ഡേ മോളു. മോളു നീച്ചു കണ്ണാ, അമ്മക്ക് അമ്പലത്തിൽ പോണ്ടേ? സുന്ദരി, അമ്പലത്തിൽ എന്തൊക്കെ ഉണ്ട്? കൊച്ചുകൊമ്പനുണ്ട്, ബലൂൺ ഉണ്ട്. അമ്പൂച്ചേ രണ്ടാളും കിടന്നുറങ്ങുക. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോസേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഇവാന കുട്ടി. അച്ഛൻ്റെ പൊന്നു മോളല്ലേ എനിക്ക്. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വാ. ആരാ കണ്ണ് പൂട്ടിക്കുന്ന കള്ളത്തി? ഏത് കള്ളത്തിയാ കണ്ണ് പൂട്ടി കിടക്കുന്നേ? ഞാൻ നോക്കട്ടെ ഏത് കള്ളത്തിയാന്ന്. ഞാൻ നോക്കട്ടെ. നോക്കിഷേ, ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഗൈസ്. ചുമടിനെ നോക്കൂ ഗൈസ്. ഞങ്ങൾ ഉറങ്ങിണീച്ചേ, ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവാനേ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ എന്താ മോളെ? അയ്യോ, വീണ് പോയി. എവിടുന്നാ വീണത്? മാങ്ങ എവിടെ? മാവ് എവിടെ മോളെ? എവിടെ മാങ്ങ കണ്ണാ? ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഗൈസ്, ഞങ്ങൾ മാങ്ങ വീണ് പോയി. ഇച്ചൂട്ടി എന്നും രാവിലെ ഉമ്മ വെച്ച് വളർത്തി പഴപ്പിച്ച മാങ്ങയാണ് ഗൈസ്. വീണ് പോയി. അവളത് കളഞ്ഞു. അത് വീണ് പോയോ? ഷോ, ഒക്കെ കൊഴിഞ്ഞു പോയല്ലോ കണ്ണേ. അപ്പി ഇമ്പളെ വാങ്ങിയടേ. ഏടേ? തൊട്ട് കാണിക്ക വാങ്ങ. തൊട്ട് കാണിക്ക്. വാ വാ, തൊട്ട് കാണിക്ക്. തൊട്ട് വെക്ക്. കുഞ്ഞിനെത്തൂട്ടോ വാങ്ങ. ചൂട്ടി എന്നും ഉമ്മ കൊടുക്കും. ഒരു ഉമ്മ കൊത്തോക്ക്. എത്തുന്നില്ല. അമ്മ താത്തി തരാം. ഉമ്മ കൊടുക്കുക. ഉമ്മ എത്തോ. ഉമ്മ കൊടുക്ക്. ബർത്ത്ഡേന്റെ വക ഉമ്മ. ബർത്ത്ഡേ കുട്ടീന്റെ വക വാങ്ങിക്ക് ഉമ്മ കൊടുത്തേ. ഇച്ചൂട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റാ. ഓ മോളെ, ആകാശത്തോട് അത് നോക്കി ചൂട്ടി. വിമാനം തോന്നുന്നു. മേലോട്ട് ഗൈസ്, വിമാനം പോകുന്നുണ്ട് ഗൈസ്. അയ്യോ കാണുന്നില്ലല്ലോ. അതാ എന്തെന്നാ വിമാനോ? ഇപ്പൊക്കെ പോകണ്ടേ വിമാനത്തിന്റെ രസം? നാളേക്ക് പോകണ്ടേ? ഇത് ഫ്ലൈറ്റ്. ഇവിടെ ബുക്കിലില്ലേ ഫ്ലൈറ്റ്? കുഞ്ഞിന്റെ ബുക്കിൽ എന്തൊക്കെയാ ഉള്ളത്? ഫ്ലൈറ്റ് ഉണ്ട്, ബസ് ഉണ്ട്. പോയി. രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് വെള്ളച്ചായ നിർബന്ധമാണ് ഗൈസ്, അല്ലേ? നിർബന്ധമല്ലേ? പറഞ്ഞു തന്നെയാണ്. പറഞ്ഞു നമുക്കൊന്നും ഒരു കാരണവശാലും നിഷേധിക്കാൻ പറ്റാത്ത കാര്യം. അയ്യോ, നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ വെള്ളച്ചായയും എന്തെങ്കിലും ഒരു കടി ഞങ്ങൾക്ക് നിർബന്ധമാണ് ഗൈസ്. വേറെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും സെക്കൻഡറി മാത്രമാണ്. ഞങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും അപ്പവും ചായയും കിട്ടണം. കുറച്ചേ കഴിക്കുള്ളൂ. ചായ നല്ലോണം കുടിക്കും. നമ്മൾ ചായപ്പൊടി ഇടാതെ ചായയാണേ. നമ്മൾ വെറും പാലുവെള്ളം എന്നൊക്കെ പറയും, അത് തന്നെ. ഈ ചുട്ടിൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ പെപ്പാപ്പിഗ് ഇപ്പോൾ ഇല്ല ഗൈസ്. പെപ്പാപ്പിഗ് വരണമെങ്കിൽ 9:30 ആവണം. പക്ഷെ അതിന് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. ഞങ്ങൾ ചായ കുടിച്ച് കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് പോകും. പള്ളി വയ്ക്കാ? പള്ളി വയ്ക്കാ? സജിനി മേഡം ചായ കുടിക്കുന്നത് നോക്കൂ. ഞങ്ങളിപ്പോ ഇവിടെ കുറെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ച് ഗസ്റ്റ് നൈറ്റ് ഇട്ടൊന്നും പറ്റത്തില്ല, ചുരിദാർ ഇട്ടെന്നെ എടുത്തോണ്ടാ പറയുന്നത്. ഹലോ, ബർത്ത്ഡേ ഗേൾ ഇവിടെ നിന്ന് കേക്ക് കഴിച്ചുകൊണ്ട് അവളെ ഫേവററ്റ് പരിപാടി കാണുകയാണ് ഫ്രണ്ട്സ്. ആക്ച്വലി ഞങ്ങൾ ഇച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ കംപ്ലീറ്റ് ഡേ ഒരു വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ച്. പക്ഷേ നമ്മൾ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല.
ഇച്ചൂട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ കുറേ പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 50 മേലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എൻ്റെ ഫാമിലി, ചേട്ടൻ്റെ ഫാമിലി, കുറച്ച് മെമ്പേഴ്സ്, 10-15 പേരെ ഉണ്ടാവുള്ളൂ. നമ്മൾ രാത്രിയാണ് കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മയും അച്ഛനും നേരത്തെ എത്തിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറച്ച് എല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് എത്തുള്ളൂ. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. പക്ഷേ എൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാള് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. ഇപ്പം വാങ്ങിക്കാൻ വേണ്ടി പോകണം. നമുക്ക് കേക്ക് ഓർഡർ ചെയ്തത് ഈവനിങ്ങിലേ കിട്ടുള്ളൂ. നമുക്ക് ആ സമയത്ത് തന്നെ കേക്കും വാങ്ങിക്കാം, ഫുഡും മറ്റേ കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത് അങ്ങ് പോയാൽ മതിയല്ലോ. നമുക്കിവിടെ അടുത്തുള്ളിയിൽ തന്നെ പോയാൽ എല്ലാ സംഭവങ്ങളും കിട്ടും. ആ സമയത്ത് നമുക്ക് ഡെക്കറേഷനുള്ള സാധനങ്ങൾ വാങ്ങാം. പക്ഷേ കഴിഞ്ഞ തവണയാണെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പം നമുക്ക് ടെൻഷനില്ലായിരുന്നു. കാരണം ചെറുതായതുകൊണ്ട് ഓളൊന്നും പിടിച്ച് വലിച്ച് നാശാക്കൊന്നുമില്ല. പക്ഷെ ഇത്തവണത്തെ ഡെക്കറേഷനിൽ ഞാൻ വളരെ വളരെ ടെൻസ്ഡാണ്. കാരണം ഒരു സാധനം വെച്ചേക്കാത്തൊരു മോളാണ്. അതുകൊണ്ട് അലങ്കാരപ്പണി കഴിയുമ്പോഴത്തേക്ക് അലങ്കോലപ്പണി ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാം. യൂട്യൂബിലൊക്കെ വരും മോളെ. ഫോട്ടോ അല്ല, വീഡിയോ. അനേക്കോ അങ്ങനെ ഈവനിങ് ഒരു 7 മണി ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും മീൻസ് അമ്മയുടെ അച്ഛൻ, അമ്മ, മാമൻ, മാമി, 2 കുട്ടികൾ. നമ്മൾ ഓൾറെഡി കുറച്ച് പേര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരെത്തിയതിനു ശേഷം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തില്ല. നമ്മൾ ആ വീഡിയോ അങ്ങനെ തന്നെ ഇടുമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നമുക്ക് കേൾക്കാൻ സുഖം ആ വീഡിയോ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഫീലിങ്സും നമ്മൾ എത്ര വോയിസ് ഓവർ കൊടുത്താലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പോർഷൻസൊക്കെ അതേപോലെ തന്നെ കൊടുക്കുന്നത്. പിന്നെ വീഡിയോസിനിടയിലൂടെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അത് കുഞ്ഞുമണിൻ്റെ ശബ്ദമാണ്. കാരണം ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിലാവുള്ളൂ ബഹളം വെക്കുന്നത്. പിന്നെ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും 4 ആൾ കൂടുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ സ്ഥിരം കോസ്റ്റ്യൂമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു സ്നഗ്ഗി, ഒരു സെറ്റ് ഷൂസ്, അതിനപ്പുറത്ത് അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു കംഫർട്ട് വേറെ ഏത് ഡ്രസ്സ് ഇട്ടാലും കിട്ടില്ല. പൊതുവേ ഇപ്പോൾ നല്ല ചൂടുമാണ്. അതുകൊണ്ട് നമ്മളത്ര നിർബന്ധിക്കാറുമില്ല. ബേസിക്കായ സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. ഡെക്കറേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും രാവിലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഞങ്ങൾ രാവിലെ സെറ്റ് ചെയ്യുന്ന ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കുമായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ആർഭാടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മാമനും മക്കളൊക്കെ വന്നുകൊണ്ട് മാമൻ്റെ 2 മക്കളാണ് ഇതിന് ഹെൽപ്പ് ചെയ്തത്. നമ്മൾ ബലൂൺ വീർപ്പിക്കാനും ഈ തോരണങ്ങളൊക്കെ തൂക്കാനൊക്കെ. പിന്നെ ഞങ്ങളുടെ ഡ്രസ് കോഡ് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. ഞങ്ങൾ 3 പേരും വൈറ്റ് ഡ്രസ് ആയിരുന്നു. നമുക്കധികം ലേറ്റ് ആവാതെ തന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അമ്മച്ചി തിന്നു. ഞാൻ ഐസായിട്ട് അങ്ങ് എടുക്കും. പക്ഷേ ബോള് മാറ്റണോ? ഒരു വീഡിയോ എടുത്തെടുക്കുക. അതുകൊണ്ടാ ഞാൻ എടുക്കാൻ നോക്കും.
ഉണ്ടായില്ലേ ഓല് കുട്ടി അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടിപൊളി വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.